യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 1 തുടങ്ങി 3 വരെയുള്ള തിരുവെഴുത്തുകൾ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 1 തുടങ്ങി 3 വരെയുള്ള ദൈവിക വചനങ്ങൾ. അടുത്ത വാക്യങ്ങൾ കൂടെ. മതി. ഈ നല്ല തിരുവെഴുത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം ദൈവമക്കൾ അനേക ആവർത്തി വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ വചന ഭാഗമാണ്. ഇന്ന് രാത്രി ഈ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകങ്ങൾ ഒന്ന് അടയ്ക്കാമോ? ഓക്കെ. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടിരുന്ന് കേൾപ്പാനായി ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. എന്നെ ഈ അനുഗ്രഹീതമാകുന്ന യോഗങ്ങളിലേക്ക് ക്ഷണിച്ച കർത്താവിൽ വിലപ്പെട്ട ദൈവദാസനോടും കുടുംബത്തോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. വളരെ ആദരവോടെ എന്നെ സ്വീകരിക്കുകയും എൻ്റെ കാര്യാർത്ഥികളെല്ലാം നന്നായി നോക്കുകയും ചെയ്ത വാത്സല്യ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും സഭയെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാർ, കൊയർ ടീം, ഈ ലൈവ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരുള്ള നന്ദി ഈ സമയം ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രവചനമാണ്. വേദപുസ്തകത്തിനകത്തെ പ്രവചനങ്ങളെല്ലാം തന്നെ ദൈവശബ്ദമാകൊണ്ട് ആ വാക്കുകൾ ചരിത്രത്തിൽ ഇന്നും മറക്കാനാകാത്ത സംഭവങ്ങളായി നിലനിൽക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 45-ൽ പ്രവാചകനാകുന്ന യെശയ്യാവ് പ്രവചിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു പേര് എടുത്തു പറയുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ പേര് കേട്ടപ്പോ പലർക്കും മനസ്സിലായി ഇത് യഹൂദനോടുള്ള ദൈവാലോചനയല്ല. ആ കാലത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു രാജ്യത്തിലെ വ്യക്തികളോടുമല്ല ഈ പദം പറയുന്നത്. കാരണം കോരശ് എന്ന പേര് അന്നു വരെ ഒരു മനുഷ്യനും കേട്ടിട്ടില്ല. ആ കാലത്ത് ഉയർന്നു വന്നിട്ടില്ലാത്ത, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത ഏതോ ഒരു രാഷ്ട്രത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലായി. ശ്രദ്ധിക്കണം, ചരിത്രത്തിൽ കോരശ് എന്ന് പറയുന്ന മനുഷ്യൻ ജനിക്കുന്നത് യെശയ്യാ പ്രവചനം 45-ൽ യെശയ്യാവ് പ്രവചിച്ച് 137 വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു മനുഷ്യൻ ജനിക്കുന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ ഈ കോരശിന്റെ ആ
കാലത്ത് സ്വർഗത്തിലെ ദൈവം ആരെയോ നോക്കി വിളിച്ചു പറയുന്നു, ഞാൻ ഒരുവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവന്റെ പേര് കോരശ് എന്നാണ്. തമിഴിൽ വാത്സല്യ സഹോദരി വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ മലയാളം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ആരാണ് ഈ മനുഷ്യൻ? ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ത്? ഇദ്ദേഹത്തെ ദൈവം ഇങ്ങനെ വിളിക്കാനുള്ള കാരണമെന്ത്? ആ മനുഷ്യൻ ചരിത്രത്തിൽ ശക്തനായി മാറാനുള്ള കാരണമെന്ത്? ഇതാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്. കഴിഞ്ഞ രാത്രികളിലും പകലിലുമൊക്കെ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് തിരുവെഴുത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ, ചരിത്രത്തിൽ നിറവേറിയ വസ്തുതകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ചത്. ഇന്ന് രാത്രിയും ഈ തിരുവെഴുത്തുകളെ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണം, ആരാണ് കോരശ്? ആ മനുഷ്യൻ ഇങ്ങനെ ദൈവം അവനെക്കുറിച്ച് പ്രവചിക്കാൻ കാരണമെന്ത്? പ്രവചനം എങ്ങനെ നിറവേറി? എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന സമയപരിധിക്കകത്ത് എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഇറാൻ, ആ രാജ്യം അനേക ആണ്ടുകൾക്ക് പുറകിൽ 4 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ രാജ്യമായി നിലനിൽക്കുന്ന കാലം. 4 രാജ്യങ്ങൾക്കും കൂടെ ഇന്നത്തെ പോലെ ഇറാൻ എന്നല്ല പേര്, മീഡിയൻ അല്ലെങ്കിൽ മേധ്യ എന്നാണ് ആ രാജ്യത്തിന്റെ പേര്. ആ രാജ്യത്തിൽ കരുത്തനായ ഒരു ഭരണാധികാരിയുണ്ട്. ചുറ്റിനുമുള്ള ശത്രുക്കളുടെ കയ്യിൽ ആ രാജ്യത്തെ വിട്ടുകൊടുക്കാതെ ആയുധം കൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ആ രാജ്യത്തെ സുരക്ഷിതമായി സൂക്ഷിച്ച ഒരു മനുഷ്യൻ. ഒരു രാജ്യത്തിന് ആവശ്യമായ സൈന്യത്തെ അദ്ദേഹം ഉണ്ടാക്കി. ഒരു രാജ്യത്തിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രത അദ്ദേഹം കൊണ്ടുവന്നു. ഒരു രാജ്യത്തിനകത്തെ ശക്തി, അവിടുത്തെ യൗവനക്കാരാണ്, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അതൊരു മനോഹര രാജ്യമാക്കി പണിതുകൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാണ് അസ്തീഗസ് എന്നത്. അസ്തീഗസ് എന്ന ആ കരുത്തനായ ഭരണാധികാരി മേദ്യ രാജ്യത്തിന്റെ പരമാധികാരിയായി വാഴുന്ന കാലം. ഒരു രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നമെന്നറിയാമോ? തനിക്ക് ഉള്ള മകൾ, അവൾ കിടന്നുറങ്ങുന്നു. നമുക്കറിയാം, ചെറിയ കുഞ്ഞുങ്ങൾ കിടക്കയിൽ തന്നെ യൂറിൻ പാസ് ചെയ്യാറുണ്ട്. ഇദ്ദേഹം കണ്ട സ്വപ്നത്തിനകത്ത് ആ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നു. ഉടനെ അതൊരു വലിയ വെള്ളപ്പൊക്കമായി മാറി രാജ്യത്തെ മുഴുവനും മുക്കിക്കളഞ്ഞു. ഒരു പക്ഷെങ്കിൽ നമ്മൾ അതൊരു ഫൂളിഷായിട്ടുള്ളൊരു ഡ്രീമായി അതിനെ തള്ളിക്കളയും. പക്ഷെ അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞില്ല. പണ്ഡിതന്മാരെയും ജ്യോതിഷ പ്രമുഖന്മാരെയും ഒക്കെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട സമയം, സ്വപ്നത്തിന്റെ ദൈർഘ്യം, സ്വപ്നം കണ്ടപ്പോഴുള്ള രാജാവിന്റെ മാനസിക അവസ്ഥ, ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവിടുത്തെ ഭരണാധികാരിയോട്, അസ്തീഗസ് രാജാവിനോട് അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, രാജാവേ,
നിങ്ങളുടെ മകൾ വളർന്നു വരുമ്പോൾ അവളിലൂടെ എന്തോ ഒരു അപകടം നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുക. ഇത്രയാണ് അവർ പറഞ്ഞ കാര്യം. ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ രാജാക്കന്മാരൊക്കെ സ്വപ്നം കാണുമ്പോൾ അവർക്ക് വലിയ ടെൻഷനായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് സ്വപ്നം കാണുമ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല. നമുക്കറിയാം, ഓരോരുത്തർ രാത്രിയൊക്കെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എന്തോ സ്വപ്നമാണെന്നറിയാമോ? സ്തോത്രം. ഒരിക്കൽ ഒരു പ്രിയ മാതാവ് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മകൻ ഒരു വലിയ കെട്ടിടം ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് താഴോട്ട് ചാടുന്നതായിട്ട് കണ്ടു. പാസ്റ്റർ പ്രാർത്ഥിക്കണം, അവൻ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഉടനെ സ്തോത്രം അവരുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അതൊന്നും ഓർത്ത് പ്രാർത്ഥിക്കണ്ട. ഇന്നലെ രാത്രി അവൾ പറഞ്ഞു മോൻ കപ്പലിൽ നിന്ന് താഴെ ചാടുന്ന കണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ആയുസ് മുഴുവനും തീർത്താലും ശരിയാവില്ല. അപ്പൊ ചിലരെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ ഭയങ്കര ടെൻഷൻ ഉളവാക്കും. ഇന്നത്തെ കാലത്ത് സ്വപ്നങ്ങൾക്ക് വേണ്ടി അത്രയും വിലയൊന്നും ആരും കൊടുക്കാറില്ല. എന്നാൽ അന്നത്തെ കാലത്ത് ഭരണാധിപന്മാർ ഒരു സ്വപ്നം കണ്ടാൽ അതിനെ ഗൗരവമായി കാണും. രാജാവ് അസ്തീഗസ് രാജാവ് അസ്വസ്ഥനായി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ രാജാവ് തന്നെ അടുത്തൊരു സ്വപ്നം കാണുന്നു. എന്താ സ്വപ്നമെന്നറിയാമോ? തന്റെ മകളുടെ ഇടുപ്പിൽ നിന്ന് ഒരു മുന്തിരി വള്ളി വെളിയിലേക്ക് വന്നു. അതാ രാജ്യത്തെ മുഴുവനും പടർന്നു പിടിച്ചു. ആ രാജ്യത്തെ മുഴുവനും ഞെരുക്കി. അതിനകത്തുള്ള മൃഗജാലങ്ങളും അതിനകത്തുള്ള മനുഷ്യരും വല്ലാതെ വെപ്രാളപ്പെടാൻ തുടങ്ങി. അവരെയൊക്കെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ആ മുന്തിരിവള്ളി രാജ്യത്ത് പടർന്നു പന്തലിച്ചു. ആ രാത്രിയും അസ്തീഗസ് രാജാവ് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് തന്റെ പണ്ഡിതന്മാരോട്, മന്ത്രവാദികളോട്, കൊട്ടാരത്തിലെ ഉപദേഷ്ടാക്കന്മാരോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം വീണ്ടും കണ്ടു, എന്താണ് കാരണം? ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. പുരാതന ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആധികാരിക രേഖയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചേ, നിലവിളിയോടെ ചാടി എഴുന്നേറ്റ് ഭയവിഹ്വലനായി നിൽക്കുന്ന അസ്തീഗസിനോട് പഴയതുപോലെ അവിടത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, രാജാവേ, നിന്റെ മകൾക്ക് ഒരു മകൻ പിറക്കും. മുന്തിരിവള്ളി ഒരു മകൻ പിറക്കുന്നതിന് നിഴലാണ്. അവന്റെ പിറവിയോടെ നീ കെട്ടുറപ്പോടെ വച്ചിരിക്കുന്ന ഈ രാജ്യത്തിന് ചില അപകടങ്ങൾ സംഭവിക്കും, നിനക്കും അത് ദോഷമാണ് എന്ന് പറഞ്ഞു. രാജാവ് അസ്വസ്ഥനായി. കാരണം എന്താന്ന് ചോദിച്ചാൽ, അസ്തീഗസ് രാജാവിന് ഒരു മകളുണ്ട്, പേര് മന്ദാന എന്നാണ്. ആ പെൺകുട്ടി തീരെ ചെറിയ കുട്ടിയാ. പക്ഷേ രാജാവിന്റെ മനസ്സിൽ കണ്ട സ്വപ്നവും തന്നെ ഇത്രത്തോളം ഉയരുവാൻ വേണ്ടി എന്നെ പിന്തുണ തന്ന പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ തള്ളിക്കളയാൻ കഴിയാത്തത് കൊണ്ട് ആ മനുഷ്യൻ ആ മകളുടെ വളർച്ച സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നു. കുഞ്ഞു വളർന്നു, വിവാഹപ്രായമെത്തി, നാളുകൾ പലത് കഴിഞ്ഞു. ഉടനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനകത്തുള്ള വയോവൃദ്ധന്മാരായ ജ്ഞാനികളോട് അദ്ദേഹം പറഞ്ഞു, കാലങ്ങൾക്ക് പുറകിൽ ഇങ്ങനെയൊരു സ്വപ്നം ഞാൻ കണ്ടു, അതുകൊണ്ട് എന്റെ മുമ്പിൽ ഒരു ഭയമാണ്. ഉടനെ അവരെല്ലാവരും പറഞ്ഞു, രാജാവേ, നിന്റെ മകളെ വേറൊരു രാജ്യത്തിൽ ഏതെങ്കിലും രാജകുമാരന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ ഒരു പക്ഷെങ്കിൽ അവർ നിന്നോട് യുദ്ധത്തിന് വന്ന് ഇതുപോലെ സംഭവിക്കാം. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ കീഴിൽ ആശ്രയിച്ച് കഴിയുന്ന കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട്.
ആ കൊച്ചു കൊച്ചു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ രാജാവിന്റെ കയ്യിൽ നിന്റെ മോളെ കല്യാണം കഴിച്ചയപ്പിച്ചാൽ നിനക്ക് സമാധാനമായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് താൻ നോക്കിയപ്പോൾ അൻഷാൻ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമുണ്ട്. ആ രാജ്യത്തിന് സ്വന്തമായി പട്ടാളക്കാര് പോലുമില്ല. യുദ്ധം ചെയ്യണമെങ്കിൽ, പോരാടണമെങ്കിൽ അസ്തീഗസ് രാജാവിനോട് വന്ന് ചോദിച്ചാൽ അസ്തീഗസ് അവന്റെ കൂടെയുള്ള പട്ടാളക്കാരെ വിട്ടുകൊടുക്കും. അങ്ങനെയുള്ള ഒരു ചെറിയ രാജ്യമാണ് അൻഷാൻ. ആ രാജ്യത്തിനകത്ത് രാജകുമാരനായ കാംബൈസീസ് ഒന്നാമൻ എന്ന് പറയുന്ന ഒരാളിന് തന്റെ മകൾ മന്ദാനയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ രാജാവ് തീരുമാനിച്ചു. പേര് കേൾക്കുമ്പോ നിങ്ങൾ വിഷമിക്കരുത്. മത്തായി, മർക്കോസും ലൂക്കോസും ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഇടയ്ക്ക് ഇതൊക്കെ കേൾക്കുന്നത് നല്ലതാ. സ്തോത്രം. ശ്രദ്ധിച്ചേ, കാംബൈസീസ് ഒന്നാമൻ മന്ദാനയെ വിവാഹം കഴിച്ചു. മന്ദാനയുടെ അപ്പനായ അസ്തീഗസ് മകളുടെ വിവാഹ ജീവിതത്തെയും മരുമകനെയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നു. എനിക്ക് വിരോധമായി എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞു, അടുത്ത ആണ്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് അസ്തീഗസ് മനസ്സിലാക്കിയത്, എന്റെ മകൾ മന്ദാന ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുക. ഇന്നത്തെ പോലെ സ്കാനിങ് ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അറിയാം ആണാണോ പെണ്ണാണോ എന്ന്. പ്രസവിച്ചു കഴിഞ്ഞാലേ അന്ന് അറിയാൻ പറ്റൂ. കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ മന്ദാന പ്രസവിച്ചത് ഒരാൺകുട്ടിയാണ് എന്ന് കണ്ടപ്പോൾ അസ്തീഗസ് രാജാവിന് വീണ്ടും ഭയമുണ്ടായി. എന്താ കാര്യം? 4 രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്തു നിർത്തി തനിക്ക് വിരോധമായി ഒരുത്തൻ പോലും വായി തുറന്ന് സംസാരിക്കാൻ അനുവദിക്കാതെ അവരുടെ നടുവിൽ പേടി സ്വപ്നമായി വളർന്ന ഈ അസ്തീഗസ് രാജാവ് ഭയപ്പെടുന്നു. എന്റെ ചോരയിൽ തന്നെ എന്റെ കുടുംബത്തിൽ പിറന്ന എന്റെ കൊച്ചുമകൻ എനിക്ക് വിരോധമായി തീരുമോ? രാജാവിന് ഭയമായി. അന്നത്തെ കാലത്ത് ഒരു രാജകുടുംബത്തിൽ ഒരാൺകുട്ടി ജനിച്ചാൽ, ആദ്യത്തെ ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിയെ ആ രാജ്യത്തിനകത്തെ കൊട്ടാരത്തിലെ പുരോഹിതന്മാരെയും ആ രാജ്യത്തിലെ പടയാളികളിൽ ശ്രേഷ്ഠന്മാരെയും ചേർത്ത് ഒരു ഗ്രൂപ്പായി തൊട്ടടുക്കലുള്ള കരുത്തന്മാരും ശക്തന്മാരുമായ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക് അയക്കും. ആ കുഞ്ഞിനെ അവർ കൊണ്ടുചെന്ന് രാജാക്കന്മാരുടെ മുമ്പിൽ വെക്കുമ്പോൾ ആ രാജാക്കന്മാർ ആ കുഞ്ഞിനെ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു ചടങ്ങ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അസ്തീഗസ് രാജാവ് മകളായ മന്ദാനയിൽ പിറന്ന തന്റെ കൊച്ചുമകനെ ഈ രാജാക്കന്മാരുടെ അടുക്കലേക്ക് അയക്കാൻ വേണ്ടി ആ രാജാവിന്റെ എല്ലാ യുദ്ധങ്ങളും നടത്തിയ, രാജാവിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂടെ നിൽക്കുന്ന ഹർപ്പാഗസ് എന്ന സേനാ നായകനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കൊച്ചുമോനെ നീ എല്ലാ രാജ്യങ്ങളിലും കൊണ്ടുപോയി അനുഗ്രഹം വാങ്ങിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ കയ്യിലേക്ക് കൊടുത്തു. മന്ദാനയും കാംബൈസീസ് ഒന്നാമനും അവരവരുടെ വീട്ടിലോട്ട് പോയി. ഹർപ്പാഗസ് എന്ന സേനാനായകൻ കൊച്ചിനെ കൊണ്ട് പോകാൻ തുടങ്ങുക. അപ്പോ അസ്തീഗസ് രാജാവ് ഹർപ്പാഗസ് എന്ന തൻ്റെ സേനാനായകനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. ഈ കുഞ്ഞിനെ ഞാൻ പേടിക്കുന്നു, അതുകൊണ്ട് ഈ കുഞ്ഞിനെ നീ തിരിച്ചു കൊണ്ടുവരരുത്. നീ വഴിക്ക് വെച്ച് ഈ കുഞ്ഞിനെ കൊന്നു കളയണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം നീ പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു.
ബിസിനസ്. ഈ കുഞ്ഞിനെയും കൊണ്ട് രാജാക്കന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുക. എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരു അവസരം കിട്ടാൻ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ കുഞ്ഞിനെ കൊല്ലാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ആ കുഞ്ഞിനെ രാജാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നതിൽ പ്രധാനിയായ ഒരു മനുഷ്യനുണ്ട്, അവിടുത്തെ ആട്ടിടയന്മാരിൽ പ്രധാനി. അദ്ദേഹത്തിന്റെ പേര് മിത്രാഡേക്സ് എന്ന. മിത്രാഡേക്സ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഹർപ്പാഗസ് പറയുന്നു, എനിക്ക് ഈ കൊച്ചിനെ കൊല്ലാൻ പറ്റത്തില്ല. രാജാവ് പറഞ്ഞിരിക്കുന്നു കൊല്ലണമെന്ന് പറഞ്ഞേക്കുക, നീ ഒരു കാര്യം ചെയ്യ്, നീ കൊന്നേക്ക് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു, ഞാൻ കൊന്നേക്കാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഇവൻ കൈ മേടിച്ച് അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുക. വീട്ടിലോട്ട് ചെല്ലുമ്പോഴാണ് കാണുന്നത് അവൻ്റെ വീട്ടിൽ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു. നോക്കിയപ്പോൾ അവൻ്റെ ഭാര്യ പ്രസവിച്ച കൊച്ചു മരിച്ചുപോയി. അവനൊരു ചിന്ത തോന്നി, ഈ കുഞ്ഞിനെ എൻ്റെ കുട്ടിയായിട്ട് വളർത്താം, മരിച്ചുപോയ എൻ്റെ കൊച്ചിനെ രാജാവിൻ്റെ കുഞ്ഞായിട്ട് കൊന്നു എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി. ഒരാഴ്ച കഴിഞ്ഞ് ഹർപ്പാഗസ് തിരിച്ചു വന്നു. ഹർപ്പാഗസും അസ്തീഗസ് രാജാവും ഒരുമിച്ച് ചേർന്ന് ഒരു കഥയുണ്ടാക്കി. മന്ദാന എന്ന മകളോടും കാംബൈസീസ് ഒന്നാമൻ എന്ന മരുമകനോടും പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് അപകടത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവരെ ധരിപ്പിച്ചു. രാജാവിന് സമാധാനം, കൊച്ചു മരിച്ചല്ലോ. ഹർപ്പാഗസിന് സമാധാനം, കുഞ്ഞിനെ കൊന്നല്ലോ, സന്തോഷമായിട്ടിരിക്കുക. 10 വർഷം കഴിഞ്ഞു. പ്രഭുക്കന്മാരുടെ മക്കൾ ഒരുമിച്ച് കൂടി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പ്രഭുവിന്റെ മകൻ ഒരു തെറ്റ് കാണിച്ചു. തെറ്റ് കാണിച്ചപ്പോൾ ഇടയപ്രമാണിയുടെ മകൻ, ഈ കുഞ്ഞ്, അവനത്തോ 10 വയസ്സ് പ്രായമുണ്ട്, ആ കുഞ്ഞ് പ്രഭുവിന്റെ മകനെ അടിച്ചു. അത് വലിയ പ്രശ്നമായി. രാജകൊട്ടാരത്തിലേക്ക് വന്നു. രാജാവ് വിചാരണ ചെയ്യാൻ അവരെ വിളിച്ചു വരുത്തി. വിളിച്ചു വരുത്തുമ്പോൾ 10 വയസ്സുള്ള കുഞ്ഞ് ആ ദർബാർ ഹാളിലേക്ക് കയറി വരുന്നു. തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു പിടർത്തി 2 കരങ്ങളും 2 വശത്തേക്ക് വിരിച്ചു പിടിച്ച് ഒരു സൈന്യാധിപന്റെ ചെറുപകർപ്പോടെ അവൻ അകത്തോട്ട് കയറി വരുന്നത് കണ്ടിട്ട് അസ്തീഗസ് രാജാവ് അതിശയത്തോടെ ആ കുഞ്ഞിനെ നോക്കി. ആ കുഞ്ഞിന്റെ മുഖഭാവം ഒരു 10 വയസ്സുകാരന്റെ മുഖഭാവമല്ല. അവന്റെ മുഖത്തെ ഗൗരവം, അവന്റെ ധൈര്യം രാജാവിനെ പിടിച്ചു കുലുക്കി. രാജാവ് അവനോട് നിൽക്കാൻ പറഞ്ഞു. അവന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചു. ഇടയപ്രമാണിയായ മിത്രാഡേക്സ് അവിടോട്ട് വന്നു. ഇതെന്റെ മകനാന്ന് പറഞ്ഞു. പക്ഷെ മിത്രാഡേക്സ് കരഞ്ഞോണ്ട് നിൽക്കുക. അസ്തീഗസ് രാജാവ് ഇടയപ്രമാണിയോട് ചോദിച്ചു, പറ, ഇവൻ നിന്റെ മകനാണോ? കാരണം മുഖക്ഷേപ്പ് നോക്കുമ്പോ നീയും ആ കുഞ്ഞും തമ്മിൽ ഒരു ബന്ധവുമില്ല. 2, നീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ ആ കുഞ്ഞിനെ നോക്ക്, ധൈര്യത്തോടെ ഇത്രയും പേർ ആയുധം ധരിച്ചു നിന്നിട്ടും അല്പം പോലും ഭയമില്ലാത്ത, അല്പം പോലും പേടിയില്ലാത്ത മുഖത്തോടെ ഈ കുഞ്ഞ് നിൽക്കുന്നു. പറ, ഇത് നിന്റെ മകൻ തന്നെയാണോ? അസ്തീഗസിന്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ പേടിച്ചു പോയ അവൻ പറഞ്ഞു, അല്ല, എൻ്റെ കുഞ്ഞല്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് രാജാവിൻ്റെ സേനാനായകനാകുന്ന ഹർപ്പാഗസ് കൊല്ലാനായിട്ട് തന്ന കുഞ്ഞാണ് ഈ കുഞ്ഞ്. രാജാവിന് മനസ്സിലായി, ഇതെന്റെ കൊച്ചുമകനാണ്. ഉടനെ മന്ദാനയെ വിളിച്ചു.
നഷ്ടപ്പെട്ടെന്ന് നമ്മൾ ചിന്തിച്ച കുഞ്ഞിനെ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് അടുത്തൊരു കള്ളക്കഥ ഉണ്ടാക്കി ആ കുഞ്ഞിനെ കാംബൈസിന്റെയും മന്ദാനയുടെയും കയ്യിലേക്ക് കൊടുത്തു. അവർ ആ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ രാജ്യമായ ആ അൻഷാനിലേക്ക് പോയി. മന്ദാന ആ കുഞ്ഞിനോട് പറഞ്ഞു, 10 വർഷത്തിന് ശേഷമാണ് നിന്നെ എൻ്റെ കൈ കിട്ടുന്നത്. പ്രസവിച്ച് ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പ് നീ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ നിന്നെ എൻ്റെ ദൈവം എനിക്ക് തിരിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ മടിയിൽ കിടത്തി ആ കുഞ്ഞിൻ്റെ തലയിലോട്ട് തലോടിക്കൊണ്ട് മരണത്തെ ജയിച്ചു വന്നവൻ എന്നർത്ഥമുള്ള കോരശ് എന്ന് പേർ വിളിച്ചു. ശ്രദ്ധിച്ചേ, ഇവൻ പിറക്കുന്നതിനും 137 വർഷത്തിനു മുമ്പ് സർവശക്തനായ ദൈവം വിളിച്ച പേരാണ് ആ പേര്. മന്ദാനയ്ക്കറിയില്ല. യഹൂദന്മാരുടെ നിയമ പുസ്തകത്തിനകത്ത് പ്രവാചക ശുശ്രൂഷയിൽ 60 കാലം പിന്നിട്ട അഭിഷിക്തനാകുന്ന യെശയ്യാവിന്റെ പ്രവചന സൂക്തത്തിനകത്ത് എന്റെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ആ സ്ത്രീക്ക് അറിയില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച പേര് അവളുടെ നാവിൽ കൊടുത്തു. അവൾ തന്റെ കുഞ്ഞിന് ആ പേർ വിളിക്കുന്നു. അവന്റെ പേരാണ് കോരശ്. 10 വയസ്സുകാരൻ വളരാൻ തുടങ്ങി. കാംബൈസിനോട് അവൻ പറഞ്ഞു, അപ്പാ, നമ്മുടെ രാജ്യത്തിൽ സൈന്യമില്ല, നമ്മുടെ രാജ്യത്തിനൊരു സൈന്യം ഉണ്ടാക്കണം. സൈന്യമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ 10 വയസ്സുകാരൻ്റെ വാക്ക് കേട്ടിട്ട് അപ്പൻ സൈന്യമുണ്ടാക്കാൻ തുടങ്ങുക. സൈന്യമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അസ്തീഗസ് പറഞ്ഞു, നോ, അവിടെ സൈന്യമുണ്ടാക്കാൻ പാടില്ല. ഉടനെ രാജാവ് പറഞ്ഞു, സൈന്യത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ നീ മരുമകനാണെന്ന് ഞാൻ നോക്കത്തില്ല, നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. പക്ഷേ കോരശിന്റെ വാക്ക് കേട്ടിട്ട് കാംബൈസിസ് ഒന്നാമൻ ഒരു സൈന്യമുണ്ടാക്കി. ആ സൈന്യം അവിടെ തയ്യാറെടുക്കുന്ന സമയത്ത് അസ്തീഗസ് യുദ്ധത്തിന് വന്നു. മന്ദാനയുടെ ഭർത്താവായ കാംബൈസിസിനെ, കോരശിന്റെ അപ്പനെ അപ്പൂപ്പൻ കൊന്നുകളഞ്ഞു. സ്വന്തം അപ്പന്റെ മരണം കോരശിനെ വല്ലാതെ തകർത്തു. ഒരു കൊച്ചു രാജ്യം, സാമ്പത്തികമായി വലിയ ഭദ്രതയൊന്നുമില്ല. എന്നാൽ ശ്രദ്ധിച്ചേ, അവന്റെ അമ്മ അവനോട്, നിന്നെ കൊല്ലാൻ നോക്കിയ നിന്റെ അപ്പനെ കൊന്നുകളഞ്ഞ് എന്റെ അപ്പനാകുന്ന അസ്തീഗസിനെ നീ വെറുതെ വിടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കോരശിന്റെ ചരിത്രം അവിടെ ആരംഭിക്കുന്നു. അവൻ അറിയില്ല ദൈവം അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നെന്ന്, ദൈവം അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന്, ദൈവം അവനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നെന്ന് ഒന്നും അവൻ അറിയത്തില്ല. അവനൊരു സാധാരണക്കാരനാ. സർവശക്തനായ ദൈവത്തിന്റെ വാക്കൊന്നും അവൻ കേട്ടിട്ടില്ല. അവന് ലഭ്യമായ അറിവിനകത്ത് നിന്നുകൊണ്ട് അവനൊരു സൈന്യമുണ്ടാക്കി. ആ സൈന്യത്തെ മുഴുവനും തയ്യാറാക്കി നിർത്തിയപ്പോൾ ഒരു സംഭവം നടന്നു. അസ്തീഗസ് രാജാവ് ഒരു വലിയ വിരുന്ന് കഴിച്ചു. വിരുന്ന് കഴിച്ചപ്പോൾ സേനാനായകനാകുന്ന ഹർപ്പാഗസിനോട് പറഞ്ഞു, നീയും വരണം. അങ്ങനെ ഹർപ്പാഗസിനെ വിളിച്ചു. ഹർപ്പാഗസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടേബിൾ ഉണ്ടാക്കി. ആ ടേബിളിൽ ഭക്ഷണം വിളമ്പി. എന്നിട്ട് ഹർപ്പാഗസിനോട് ചോദിച്ചു, എങ്ങനുണ്ട് ഫുഡ്, നല്ല ടേസ്റ്റ് ആണോ, ഇറച്ചിക്കറിയൊക്കെ എങ്ങനുണ്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, നന്നായിരിക്കുന്നു, ഇന്ന് വരെ ഇങ്ങനെ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല. ഉടനെ രാജാവ് ചോദിച്ചു, കുറച്ചുകൂടെ തരട്ടെ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, തരാൻ പറഞ്ഞു. ഉടനെ അവിടെ ഇരുന്ന് അടച്ചു വെച്ചിരുന്നൊരു പാത്രം തുറന്നപ്പോൾ ഹർപ്പാഗസ് ചാടി എഴുന്നേറ്റ് നിലവിളിച്ചു. എന്താണെന്നറിയാമോ? ഹർപ്പാഗസിന്റെ മകന്റെ തല വെട്ടി വെച്ചേക്കുകയാണ്. അപ്പൻ ഇത്രയും നേരം കഴിച്ചത് സ്വന്തം മകന്റെ ശരീരമാണ് വേവിച്ചു കൊടുത്തു തിന്നത്. അസ്തീഗസിനു വേണ്ടി പ്രാണൻ പോലും പണയം വെച്ച് യുദ്ധം ചെയ്ത
ഹർപ്പാഗസിനോട് തന്റെ മകനെ കൊന്ന് പകരം വീട്ടിയ രാജാവിനെ വെറുതെ വിടത്തില്ലെന്ന് ഹർപ്പാഗസും തീരുമാനിച്ചു. കാലാന്തരത്തിൽ ചുരുക്കി പറയാം, കോരശും ഹർപ്പാഗസും തീരുമാനിച്ചു നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അടുത്ത യുദ്ധത്തിൽ അസ്റ്റീഗസ് കൊല്ലപ്പെട്ടു. മേദ്യയുടെ ഭരണം കോരശിന്റെ കയ്യിൽ വന്നു. കോരശ് പട നയിക്കാൻ തുടങ്ങി. തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ പട നയിച്ചു. രാജ്യങ്ങൾ പിടിച്ചടക്കി, പട്ടണങ്ങൾ പിടിച്ചടക്കി. ചെറിയ അൻഷാൻ രാജ്യം മേദ്യയോട് ചേർന്നു. ഇന്ന് അത് വളരാൻ തുടങ്ങി. വിശ്വപ്രസിദ്ധമായ 10-14 യുദ്ധങ്ങൾ കോരശ് ചെയ്തു. ആ യുദ്ധത്തിലൂടെ 4 ദിക്കുകളുടെയും ചക്രവർത്തിയായി കോരശ് മാറി. രാജ്യങ്ങൾ കീഴടക്കി. എവിടെ നോക്കിയാലും കോരശിന്റെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ. കോരശ് എന്ന് കേട്ടാൽ രാജാക്കന്മാർ വന്ന് നീ യുദ്ധം ചെയ്യാൻ വരണ്ട, ഞങ്ങൾ നിനക്ക് അടിമകളായി കൊള്ളാമെന്ന് പറഞ്ഞ് പലരും അവരെ തന്നെ സമർപ്പിക്കുന്നത് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ സൈന്യമായി മാറി. കോരശ് പറഞ്ഞു, ഞാൻ പിടിച്ചടക്കിയ രാജ്യത്തിന് ഒരു പുതിയ പേര് ഞാൻ നൽകുന്നു. പേർഷ്യ എന്നൊരു പേര് ആ രാജ്യത്തിന് കൊടുത്തു. പേർഷ്യയുടെ ചക്രവർത്തിയായി കോരശ് ഇരിക്കുമ്പോൾ കോരശ് സൈന്യാധിപന്മാരോട് ചോദിച്ചു, ഇനി നാം കീഴടക്കേണ്ട രാജ്യം ഏത്? അവര് പറഞ്ഞു, പേർഷ്യക്ക് എതിരായി നിൽക്കാൻ പ്രാപ്തിയുള്ള രാജ്യമുണ്ട്, ബാബിലോൺ. ആ ബാബിലോണിനെ കീഴടക്കണം. അങ്ങനെ കോരശ് ബാബിലോണിലോട്ട് വരിക. ശ്രദ്ധിച്ചിക്കട്ടെ, ബാബിലോണിൽ വരുമ്പോൾ ബാബിലോൺ രാജ്യത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യൂഫ്രട്ടീസ് എന്ന് പറയുന്ന ഒരു നദി, ആ നദിയുടെ ഇരു കരകളിലും സമചതുരമായി പണിതിരിക്കുന്ന പട്ടണമാണ് ബാബിലോൺ പട്ടണം. 2 സ്ഥലങ്ങളിലുമുള്ള ദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ്, ഒരു പാലമുണ്ട്. ഇതിന് 2നും വലിയ കവാടങ്ങളുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ രാജ്യത്തിന് ചുറ്റിലും 3 മതില. ഒന്നാമത്തെ മതിൽ 100 അടി പൊക്കവും 80 അടി വീതിയുമുണ്ട്. ഒന്നാമത്തെ മതിലിന്. രണ്ടാമത്തെ മതിലിന് 90 അടി പൊക്കമുണ്ട്. മൂന്നാമത്തെ മതിലിന് 60 അടി പൊക്കമുണ്ട്. ഈ 3 മതിലുകളും ഭേദിച്ച് ആ രാജ്യത്തിനകത്ത് ഒരുത്തൻ വരുന്നത് പ്രയാസം. അങ്ങനെ ഇരിക്കുമ്പോ ആ രാജ്യത്തിനകത്ത്, ബാബിലോണിനകത്ത് ഇരിക്കുന്ന രാജാവിന് ഒരു ദിവസം ഒരു ചിന്ത തോന്നി. എന്താ ചിന്ത? ഇവിടെ ഇരിക്കുന്ന വെള്ളിയും പൊന്നും പാത്രങ്ങൾക്കകത്ത് കുടിച്ചിട്ട് അവന് തൃപ്തി പോരാ. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ ആലയമാകുന്ന ഇസ്രായേലിന്റെ ആരാധനാലയത്തിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൊൻവെള്ളി പാത്രങ്ങൾ കൊണ്ടുവരിക, എനിക്ക് അതിനകത്ത് കുടിക്കണം, അതിനകത്ത് മദ്യം ഒഴിച്ചു കുടിക്കണമെന്ന് പറഞ്ഞ് അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുവരിൽ ഒരു എഴുത്ത് കണ്ടു. എന്താണ് എഴുത്തെന്നറിയാമോ? മേനെ മേനെ തെക്കേ നൂഫസീൻ എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യത്വത്തെ ഞാൻ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, അത് മേദ്യർക്കും പേർഷ്യക്കാർക്ക് ഞാൻ കൊടുത്തേക്കുക. ആ രാത്രി സർവശക്തനായ ദൈവം കോരശിനെ ബാബിലോണിനകത്തോട്ട് അയച്ചു. കോരശിന്റെ സൈന്യം ബാബിലോൺ കീഴടക്കി, രാജാവിനെ കൊന്നു. അവർ നോക്കിയപ്പോ അതിനകത്തൊരു ജാതി, ബാബിലോണിനകത്തോട്ട് നോക്കിയപ്പോ ഒരു ജാതി, ഒത്തിരി ആൾക്കാരുണ്ട്, അതിൽ ഒരു വിശേഷ ജാതി. അവർ മറ്റ് ദൈവങ്ങളുടെ മുമ്പിലൊന്നും തല വണക്കത്തില്ല. അവർ മാറി നിൽക്കുന്നു. അവർക്ക് റബ്ബിമാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. അവർ ചിട്ടവട്ടമായിട്ട് നടക്കുന്നു. അവരുടെ ഭാഷ അവർ വിട്ടുകളഞ്ഞിട്ടില്ല. അവരുടെ ആരാധന രീതികൾ മാറിയിട്ടില്ല. അവർ വളരെ തീഷ്ണതയോടെ നിൽക്കുന്നു. കോരശ് ചോദിച്ചു, നിങ്ങൾ ആര്? അവര് പറഞ്ഞു, ഞങ്ങൾ യഹൂദ ജാതിയ.
ഉടനെ റബിമാരിൽ ഒരുവൻ പ്രവാചകനാകുന്ന യെശയ്യാവിന്റെ ചുരുൾ 45 അധ്യായം കോരശിന്റെ മുമ്പിൽ നിവർത്തിക്കൊണ്ട് വായിച്ചു കേൾപ്പിച്ചു. അങ്ങയെക്കുറിച്ച് ഞങ്ങളുടെ മഹൽ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു. താങ്കൾ ജനിക്കുന്നതിനും 137 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചകനാകുന്ന യെശയ്യാവ് പറഞ്ഞിരിക്കുന്നു. കൂടെയുള്ള ഭാഷാ പണ്ഡിതന്മാരോട് കോരശ് പറഞ്ഞു, അതങ്ങനെ തന്നെയാണോ എന്ന് നോക്കുക. അവർ നോക്കി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അതേ രാജാവേ, ഇത് നിന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, ആ സമയത്ത് റബിമാരിൽ ഒരുവൻ അവനെ നോക്കി പറഞ്ഞു, നീ ഒരു സാധാരണ രാജ്യത്തിനകത്ത് കിടന്നിട്ട് ഇന്നൊരു ചരിത്രമുണ്ടാക്കുന്ന ചരിത്ര പുരുഷനായി മാറിയതിന്റെ പിന്നിൽ നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകമാണ് കാരണം. ഇന്ന് ഈ രാത്രിയിൽ ദൈവശബ്ദം കേൾപ്പാനായി കൂടിയിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളോട് തിരുവെഴുത്തിനെ ആധാരമാക്കി എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിനക്ക് എവിടെങ്കിലും എത്തണമെങ്കിൽ, ഏതെങ്കിലും സാഹചര്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ എന്റെയും നിന്റെയും മേൽ ദൈവം പകർത്തിയിരിക്കുന്ന അഭിഷേകമില്ലാതെ നാം എങ്ങും എത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രേ ശബ്ദത്തിൽ പറയണ്ട, കുറച്ചുകൂടെ ശബ്ദം താഴ്ത്തി പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. മതി. സ്തോത്രം. ഉറക്കെ പറയരുത്. ഹല്ലേലൂയ ഉറക്കെ പറയരുത്. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, ശ്രദ്ധിക്കണം. അഭിഷേകത്തിന്റെ മഹത്വം എന്തെന്നറിഞ്ഞവൻ അന്ന് അവൻ പ്രാർത്ഥിച്ചിട്ടില്ല, ദൈവത്തെ ആരാധിച്ചവനല്ല. പക്ഷെ ദൈവത്തിന് അവനെ ഉപയോഗിക്കണമെന്ന് തോന്നി. അവനെ ഒരു ചരിത്ര പുരുഷനാക്കിയ ദൈവം മാറ്റി. അവൻ ചോദിച്ചു, എന്നെ നിങ്ങളുടെ ദൈവം ഇടയനാന്ന് പറഞ്ഞിരിക്കുന്നു, അഭിഷിക്തനാന്ന് പറഞ്ഞിരിക്കുന്നു, എന്താണ് അതിന്റെ കാരണം? ഉടനെ അവര് പറഞ്ഞു, രാജാവേ, ഈ ബാബിലോണിനകത്ത് ദൈവത്തെ സേവിക്കുന്ന ഞങ്ങൾ കുറെ പേര് ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് ഒന്ന്, ഈ രാജ്യത്തിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തേക്ക് പോകണം. 2, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൽ ആലയം പണിയണം. ആലയം പണിയണമെങ്കിൽ 5400 പൊൻവെള്ളി പാത്രങ്ങൾ ഇവിടത്തെ ഭണ്ഡാരത്തിലുണ്ട്, അത് ഞങ്ങൾക്ക് കിട്ടണം. 3, ഞങ്ങൾ പോകുമ്പോൾ വഴിയിൽ ചിലർ ഞങ്ങളെ തടയും. അവർ തടയാതിരിക്കാൻ ഞങ്ങൾക്ക് നിയമത്തിന്റെ രേഖ വേണം. അടുത്ത് യാത്ര ചെയ്യാൻ സമ്പത്ത് വേണം. ആലയപ്പണിക്ക് മരം വേണം. ഒത്തിരി ലിസ്റ്റുകൾ നിരത്തി. ഉടനെ കോരശ് ബാബിലോണിനകത്ത് നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ പ്രഖ്യാപനം, സമയമില്ലാത്തതുകൊണ്ട് ബാക്കി എവിടുത്തെ ഞാൻ വായിപ്പിക്കാത്തത്, ആദ്യത്തെ പ്രഖ്യാപനം എന്താണെന്നറിയാമോ? ഇസ്രായേലിനെ ഈ രാത്രി ഞാൻ സ്വതന്ത്രമാക്കുന്നു. ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അഭിഷേകം എന്ന് പറയുന്നത് ഒരുവന്റെ മേൽ വെളിപ്പെട്ടാൽ അവന്റെ പ്രാണനെ പോലും ശത്രുവിന് വിട്ടുകൊടുക്കാതെ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് പ്രാപ്തിയുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, അഭിഷേകം ഒരുവന്റെ മേൽ വന്നാൽ, വിശുദ്ധ ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്ക്, ചേട്ടന്മാരെല്ലാം ഓടുക. ഗോലിയാത്ത് വന്നിട്ട് നിൽക്കുമ്പോഴത്തേനും ചേട്ടന്മാർ ഓടുന്നു. അനിയൻ ദാവീദ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഓടുന്നേ? എന്ന് ചേട്ടന്മാർ പറഞ്ഞോടാ, നമ്മുടെ കയ്യിൽ വാളുമില്ല, കുന്തവുമില്ല, എന്നാൽ അവൻ്റെ കയ്യിൽ നോക്ക്, എല്ലാ ആയുധങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, ഓടാം. പക്ഷെ ദാവീദ് അതൊന്നും കണ്ടിട്ട് പേടിയൊന്നും തോന്നിയില്ല. അവൻ ചോദിക്കുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കാൻ ഇവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോഴത്തേന് വിശുദ്ധ ബൈബിളിനകത്ത് വായിക്കുന്നു, സ്തോത്രം, ഈ ശൗൽ രാജാവ് ദാവീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ കൊച്ചേ, നീ ചെറുക്കനാ, നിനക്ക് യുദ്ധം ചെയ്യാനൊന്നും അറിയത്തില്ല, പക്ഷെ അവനുണ്ടല്ലോ, അവൻ ചെറിയ പ്രായം മുതലേ യുദ്ധത്തിലാ, വലിയ പോരാളിയാ, വലിയ യുദ്ധവീരനാ, അതുകൊണ്ട് നീ അവനോട് പോരാടാൻ പോകണ്ട. ചില ആൾക്കാർ ഇങ്ങനെയാ, ചിലര് ഈ യുദ്ധം ചെയ്യത്തില്ല, പിശാചിനെ കണ്ട ഓടും, കൂടെ ഉള്ളവനെ കൂടെ ഓടിക്കാനേ നോക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ
ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. ശനിയാഴ്ച വൈകുന്നേരം സ്നാനപ്പെടാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ തയ്യാറായിട്ടുണ്ട്. ഒരു സഹോദരി വെള്ളിയാഴ്ച രാത്രി ആയപ്പോഴത്തേനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സ്നാനപ്പെടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? സ്നാനം സത്യമാണെന്ന് അറിയാമല്ലോ. അറിയാം. സ്നാനപ്പെട്ടാലോ സ്വർഗത്ത് പോകൂ എന്നറിയാമല്ലോ. അറിയാം. സ്നാനപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒക്കെയാ ശരിയാ പാസ്റ്ററെ, എങ്കിലും ഞാൻ സ്നാനപ്പെടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു, അത് ഇന്നാര് പറഞ്ഞു സ്നാനപ്പെടണ്ട, സ്നാനപ്പെട്ടാൽ യേശു കർത്താവ് മരുഭൂമിയിൽ നടന്നതുപോലെ പിന്നെ കട്ടപ്പാടും ദുരിതവുമാണ്, അതുകൊണ്ട് സ്നാനപ്പെടണ്ട എന്ന് പറഞ്ഞെന്ന്. ഒരെണ്ണത്തെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് മനസ്സിലാക്കി കെട്ടുപൊട്ടിച്ച് സ്നാനപ്പെടുത്താനായിട്ട് തയ്യാറാക്കി നിർത്തിയപ്പോൾ സ്നാനപ്പെടാത്തൊരു പാർട്ടി സ്നാനപ്പെടാൻ തയ്യാറായി നിൽക്കുന്നതിനെ വഴിതെറ്റി നിർത്തിയേക്കുക. ഇങ്ങനെയുള്ള ദുരാത്മാക്കളും സഭയ്ക്കകത്ത് ഇഷ്ടം പോലുണ്ട്. അപ്പം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, അങ്ങനൊന്നും അല്ല, അന്ന് മരുഭൂമി കൂടെ നടന്നു, അന്ന് ഇങ്ങനെ ഉണ്ടായി എന്നുണ്ട്. യേശു കർത്താവ് ക്രൂശി മരിച്ചു, അതുകൊണ്ട് നിങ്ങൾ ക്രൂശി മരിക്കുമെന്നൊന്നും ചിന്തിക്കണ്ട, അതൊക്കെ അന്ന് നടന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞ ആ സഹോദരിയെ ദൈവത്തിൻ്റെ വചനം ബോധ്യപ്പെടുത്തി കൊടുത്തു. ചില ആൾക്കാർ ഇങ്ങനെയാ, ചിലർ ചെയ്യത്തുമില്ല, വേറുള്ളവരെ ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെയും ചില അമ്മമാരിപ്പുണ്ട്, അവരാരാധിക്കത്തില്ല, പിള്ളേരെ ആരാധിക്കാൻ വിടാതെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴത്തേനും ചിലതൊക്കെ കാണും. അത് ഒരു വിശേഷ രീതിയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, ദൈവത്തെ സേവിക്കാൻ ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ മറ്റവൻ പറയുന്നു, നീ പോകണ്ട, നീ യുദ്ധം ചെയ്യണ്ട, നീ ജയിക്കത്തില്ല. ഉടനെ അവൻ പറഞ്ഞ കാര്യം കേട്ടോ. സ്തോത്രം. ഞാൻ കാട്ടിലായിരുന്നു ഇത്രയും കാലം, ഞാൻ സുഖവാസ കേന്ദ്രത്തിലല്ല, കാട്ടിനകത്തായിരുന്നു. എൻ്റെ ആടിനെയും മാടിനെയും കൊല്ലാൻ വേണ്ടി ചിലതൊക്കെ വന്നു. കരടി എന്ന് പേര്, സിംഹമെന്ന് പേര്. മനുഷ്യന് 2 കാലേ ഉള്ളൂ, പക്ഷെ അതിന് 4 കാലുണ്ട്. അതുകൊണ്ട് സ്തോത്രം, വരുന്ന സമയത്ത് ഞാൻ പേടിച്ചോടിയില്ല, അവിടെയും ഞാൻ നിന്നു, അതിനെ അടിച്ചു, അതിൻ്റെ വായിലിരിക്കുന്ന മൃഗത്തെ ഞാൻ പിടിച്ചെടുത്തു. അതുകൊണ്ട് ഇവിടെ വന്നാലും അതേ സ്വഭാവം തന്നെയാണ് എനിക്ക്. അതുകൊണ്ട് എന്നെ ഓർത്ത് പേടിക്കണ്ട. 4 കാലുള്ള മൃഗത്തോട് പോരാടി ശീലിച്ച എനിക്ക് 2 കാലുള്ള മൃഗത്തോട് പോരാടാൻ പേടിയില്ല. ആമേൻ, ആമേൻ. ശ്രമിക്കണം. ഗോലിയാത്ത് അടുത്ത ദിവസം വരുമ്പോൾ ദാവീദിന്റെ കവിണയിലെ കല്ലിൽ അവൻ വീണൊടുങ്ങി. പിള്ളേരെല്ലാവരും കൂടെ ഒരു പാട്ട് എഴുതി. ഇപ്പം അങ്ങനാണല്ലോ, പെട്ടെന്ന് പാട്ടൊക്കെ എഴുതും. ചില ആൾക്കാർ പറയാറുണ്ട്, പാസ്റ്ററേ ഞങ്ങൾ കുറേ പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ആ പാട്ടൊന്ന് വെളിയിൽ റിലീസാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എഴുതുന്ന പാട്ടുകളൊക്കെ റിലീസാകാത്തതിന് പിന്നിലും ദൈവത്തിൻ്റെ കൃപയാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ 600 പാട്ട് എഴുതി, പാസ്റ്റർ പ്രാർത്ഥിക്കണം, ഭയങ്കര ബന്ധനമാണ്, ഒരു പാട്ട് പോലും വെളി വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യും, ഒരു 4 വരി പാടാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഒരു 4 വരി പറഞ്ഞു. പുള്ളി പറഞ്ഞു 4 വരിയായിട്ട് പാടാൻ പറ്റത്തില്ല, 8 വരിയായിട്ടേ പാടാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു പാടാൻ പറഞ്ഞു. പുള്ളി 8 വരി പാടിയപ്പോൾ ഞാൻ തൊഴുതിട്ട് പറഞ്ഞു, ചുമ്മാതല്ല ഈ സാധനം വെളി വരാത്തത്. അപ്പോ പെമ്പിള്ളാരെല്ലാവരും പാടി. എന്താ പാടിയത്? ശൗൽ 1000 കൊന്നു. ഈ പാട്ടിന്റെ ആദ്യത്തെ വരി കേട്ടതും ശൗലിന് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു പണിയും ഇല്ലാതിരിക്കുകയായിരുന്നു. പിള്ളേരെല്ലാവരുടെ പുള്ളി ഒന്ന് പൊക്കി വെച്ചു. ഇപ്പൊ എത്ര പേരെ കൊന്നു? 1000 കൊന്നു. രണ്ടാമത്തെ വരി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചില പാട്ടിൽ ചില വരികൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. രണ്ടാമത്തെ വരിയിൽ ദാവീദോ 10,000 കൊന്നു എന്ന് കണ്ടപ്പോഴത്തേനും പുള്ളിക്ക് അസൂയുണ്ടായി. ഒന്നാമത്തെ പാട്ട് പാടിയപ്പോൾ ആത്മാവിലായ പാർട്ടി, രണ്ടാമത്തെ വരി കേട്ടപ്പോഴത്തേനും പുള്ളിക്ക് ദുരാത്മാവ് കയറി. അങ്ങനെ ഈ സമയത്ത് എന്താ സംഭവിച്ചെന്നറിയാമോ? ശൗൽ മനസ്സിൽ നിശ്ചയിച്ചു, ഇവനെ ഞാൻ കൊല്ലും. ഈ ഉശിര് ഗോലിയാത്തിന്റെ അടുത്ത് കാണിക്കാത്തെന്താ? അത് പറ്റില്ല. പക്ഷേ അകത്തുള്ള ഒരുത്തനെ കൊല്ലാൻ വേണ്ടി കുന്തവുമായിട്ടിരിക്കുക. വിശുദ്ധ ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. 1, 2, 3 എന്ന് അക്കമിട്ട് നിങ്ങൾ എഴുതി നോക്ക്. 21 പ്രാവശ്യം, ഒന്ന് കൂടത്തുമില്ല ഒന്ന് കുറയത്തുമില്ല, 21 തവണ ശൗൽ ദാവീദിന് നേരെ കുന്തമെറിഞ്ഞു. ആ 21 തവണയും എൻ്റെ ദൈവം
ദാവീദിനെ പ്രൊട്ടക്ട് ചെയ്തു. എന്താ കാര്യം? നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം നിന്റെ പ്രാണന് വിരോധമായി വരുന്ന ഒരായുധവും നിന്നെ തൊടാൻ അനുവദിക്കാതെ സൂക്ഷിപ്പാൻ എൻ്റെ ദൈവം ശക്തനാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമുയർത്തി എൻ്റെ ദൈവത്തെ സ്തുതിക്കാമോ? കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നവർ മാത്രം ഒന്ന് കൈയുയർത്തിക്കേ. കോവിഡ് വന്നവർ, കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നിട്ട് ചത്തുപോകാതെ ജീവിച്ചിരിക്കുന്നവർ മാത്രം ഒന്ന് കൈയുയർത്താൻ. ആർക്കും വന്നില്ല? ഓ, ഇത് വലിയ ഭാഗ്യമാണല്ലോ. എന്റെ സഭയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു 1-2 പേരൊഴികെ ബാക്കി എല്ലാവർക്കും കോവിഡ് വന്നു. എനിക്കും കോവിഡ് വന്നു. പക്ഷേ ഒരു വ്യക്തി പോലും മരണപ്പെടാൻ ദൈവം സമ്മതിച്ചില്ല. അതിനർത്ഥം മരിച്ചവരെല്ലാം പാപികളെന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ സഭയ്ക്കകത്ത് എല്ലാ രോഗവും ഉള്ള ഒരാളുണ്ട്. എല്ലാ രോഗവും ഉള്ള ആളുണ്ട്. ഹാർട്ട് പ്രോബ്ലം ഉണ്ടോ കൈയോർത്താൻ പറഞ്ഞാൽ പുള്ളി കൈയോർത്തും. ഷുഗറിന്റെ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി കൈയോർത്തും. എല്ലാ രോഗവും പുള്ളിക്കുണ്ട്. വളരെ പ്രായം ചെന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേനും പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, പാസ്റ്ററേ, എനിക്ക് രോഗം വന്ന ഉടനെ തന്നെ എൻ്റെ മക്കള് വന്നിട്ട് പറഞ്ഞു, അപ്പാ ഒപ്പിട്ട് തരണം. കാരണം കോവിഡാണെന്ന് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഒപ്പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെളിയിൽ പോകുന്നതിന് മുമ്പ്, ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒപ്പിട്ട് തരണം. പുള്ളി പറഞ്ഞു ഒപ്പിടത്തില്ല, പിന്നെ നോക്കാം. കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒപ്പിട്ട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഇല്ല. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കോവിഡ് വന്ന് ചാകാൻ ദൈവം എന്നെ അനുവദിക്കരുത്. അത് കഴിഞ്ഞിട്ട് ചത്തോട്ടെ, കോവിഡ് വന്ന് ചാകാൻ ദൈവം അനുവദിക്കരുത്. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരണകരമായ പലതും വന്നിട്ടും നമ്മെ മരണം തൊടാത്തത് നമ്മുടെ വിശുദ്ധിയുടെ മഹത്വം കൊണ്ടല്ല. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ വിശുദ്ധിയുടെ മഹത്വം കൊണ്ടല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ വലയം നമ്മെ പൊതിഞ്ഞിരുന്നതാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപകടകരമായ പലതും നമ്മെ തൊട്ടില്ലേ? മരണകരമായ പലതും നമ്മെ തൊട്ടില്ലേ? പക്ഷെ അവിടെ എല്ലാം നാം തകർന്നു പോകാത്തതിന്റെ കാരണമെന്ത്? എന്നെയും നിന്നെയും പൊതിഞ്ഞിരിക്കുന്ന ഒരു ദൈവിക അഭിഷേകമുണ്ട്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസിന്റെ കയ്യിൽ ഒരണലി കടിച്ചു തൂങ്ങി. എന്നിട്ട് അവന്റെ ജീവിതത്തിൽ മരണമുണ്ടായോ? ഇല്ല. അണലിക്ക് വിഷമില്ലാതെ പോയത് കൊണ്ടല്ല. അഭിഷേകം പ്രാപിച്ചവന്റെ മേൽ ശത്രുവിന് ആധിപത്യം പുലർത്താൻ ദൈവം സമ്മതിച്ചില്ല. ഈ കൺവെൻഷന്റെ അവസാനത്തെ രാത്രിയിൽ ദൈവസഭയോട് ഞാൻ പറയുന്നു, നീ വേറൊന്നും പ്രാപിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി ശത്രു തൊടുത്തു വിടുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, കോരശിന് പറയാനുണ്ട്, എനിക്ക് വിരോധമായി ശത്രു തൊടുത്തുവിട്ട് ഒരായുധവും സ്തോത്രം ഫലിക്കാൻ ദൈവം സമ്മതിച്ചില്ല. 2, അഭിഷേകം ഒരുവന്റെ മേലുണ്ടെങ്കിൽ നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി നിന്നിലൂടെ വെളിപ്പെട്ടിരിക്കും. അഭിഷേകം ഇല്ലെങ്കിൽ നമ്മൾ ആരായാലും നമുക്ക് ഉയരാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഫാനുണ്ട്, ലൈറ്റുണ്ട്, ക്യാമറയുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, സ്പീക്കറുണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഇവിടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഇത്
എത്ര ലക്ഷം രൂപയുടെ സാധനമാണെങ്കിലും ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും അതിനെ കൊണ്ട് ഒരു ഉപയോഗവും കാണത്തില്ല. എന്നാൽ കറണ്ട് എന്ന് പറയുന്നൊരു സാധനം, ഇലക്ട്രിസിറ്റി, ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും ഈ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റും, ഈ സ്പീക്കറിൽ കൂടെ ശബ്ദം കേൾക്കാൻ പറ്റും, ഈ ഫാനുകൾ കറങ്ങാൻ തുടങ്ങും, ഈ ലൈറ്റുകൾ തെളിയാൻ തുടങ്ങും, ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് സൗണ്ട് വെളി കൊണ്ടുവരാൻ തുടങ്ങും. എപ്പോഴാണ് ഈ ഇരിക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം അതിൽ തന്നെ വെളിപ്പെടണമെങ്കിൽ ഇലക്ട്രിസിറ്റി വരണം. ഇതുപോലെ ഇവിടെ പ്രസംഗിക്കുന്ന ഞാൻ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വ്യത്യസ്ത ഉദ്ദേശത്തോടെ ദൈവം സൃഷ്ടിച്ചതാണ്. നിങ്ങളിലൂടെ ദൈവിക ഉദ്ദേശം വെളിയിൽ വരണമെങ്കിൽ ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നേ മതിയാകൂ. അതല്ലെങ്കിൽ എത്ര വിലയുള്ള ആളാന്ന് പറഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും നാം അങ്ങനെ ഇരിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങളുടെ മേലൊരു അഭിഷേകം വരട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അസാധാരണ വ്യക്തിത്വങ്ങളായി മാറും. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് വിളിച്ചു പറയുന്നു, അൻഷാൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിനകത്ത് ഒരു പട്ടാളം പോലും ഇല്ലാതെ കിടന്ന മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അഭിഷേകത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ചരിത്രത്തിന്റെ താളുകളിൽ ഇന്നും മറക്കാനാകാത്ത ഒരു സാമ്രാജ്യമാക്കി അതിനെ വളർത്തിയെടുക്കാൻ ഒരു കോരശന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി സഭയെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ കാലഘട്ടത്തിന്റെ ചരിത്രമായി മാറാൻ സഭയ്ക്ക് പറ്റണമെങ്കിൽ അഭിഷേകം കൂടിയേ തീരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫെസോസിലേക്ക് ചെന്ന് വെറും 12 പേര് മാത്രമുള്ള കൂട്ടത്തെ നോക്കി പൗലോസ് ഒരു ചോദ്യം ചോദിച്ചത്, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ചോദ്യമാ, വിശ്വസിച്ചിട്ട് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അവനറിയാം വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒത്തിരി അറിവുള്ള ഞാൻ എവിടെങ്കിലും എത്തുമായിരുന്നു. പണം കൊണ്ട് എവിടെങ്കിലും എത്താൻ പറ്റുമായിരുന്നെങ്കിൽ ആ പണം കൊണ്ട് ഞാൻ പലയിടത്തും എത്തുമായിരുന്നു. പക്ഷേ ഞാൻ എത്തിയത് പണം കൊണ്ടോ അറിവ് കൊണ്ടോ അല്ല, എൻ്റെ മേൽ പകർന്ന അഭിഷേകം കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിൻ്റെ മഹത്വം അറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പദം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കോരശനോട് ദൈവം പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, അതിൽ ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധിയും. ശ്രദ്ധിച്ചേ, ഇരുട്ടിലെ നിക്ഷേപവും ഒന്ന് പറഞ്ഞേ, ഇരുട്ടിലെ നിക്ഷേപം പറഞ്ഞേ, ഒന്ന് എല്ലാവരും ചേർന്ന് പറയണം, ഇരുട്ടിലെ നിക്ഷേപം. ഇനിയും പുറകിൽ ചേറിയിരിക്കുന്നവർ പറയാനുണ്ട്, ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ പറഞ്ഞേ, ഇരുട്ടിലെ മോനെ അങ്ങോട്ടുള്ള ബോക്സ് കേൾക്കത്തില്ലേ? കേൾക്കുമല്ലോ, ഓക്കെ. പറഞ്ഞേ, ഇരുട്ടിലെ നിക്ഷേപം. ഒന്നുകൂടെ, ഓക്കെ, കൊള്ളാം. മറവിടങ്ങളുടെ ഗുപ്തനിധി. തമിഴിൽ വേറെയാ, മലയാളം പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾ നരകത്തിൽ പോത്തില്ല. 2 കാര്യമാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധിയും. ഇത് ഞാൻ ഒന്ന് വിശദീകരിക്കാൻ പോവാ, അത്രയും പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാ. ശ്രദ്ധിച്ചേ, എന്താണിത്? പണ്ട് കാലത്ത് രാജാക്കന്മാർ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് രാജാക്കന്മാർക്കറിയാം. അതുകൊണ്ടാണ് അവർ രാജാക്കന്മാരായത്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് 10,000 രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തവൻ്റെ 2,000 കൂടെ മേടിച്ച് 12,000 ആയിട്ട് ചിലവഴിക്കും. എന്നിട്ട് നമ്മൾ പറയും, പോരാട്ടമാ പാസ്റ്ററെ, പ്രാർത്ഥിക്കണം, പൈസ ഒന്നിനും തികയുന്നില്ല. അതേസമയത്തിന് 8,000 രൂപ ശമ്പളം ഉള്ളവൻ അവൻ 6,000-നകത്ത് അവൻ്റെ കാര്യങ്ങൾ നിർത്തിയിട്ട് 2,000 രൂപ സേവ് ചെയ്യും. പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവാണ് അവരെ അങ്ങനെ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ആദ്യം തീരുമാനിക്കണം, ഇനി ഞാൻ കടം വാങ്ങത്തില്ല. എന്തോ ചെയ്യണം പറഞ്ഞേ, ഇനി ഞാൻ കടം വാങ്ങിക്കത്തില്ല. 2026-ൽ എനിക്ക് 50 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറയാനിട വരരുത്.
നിങ്ങൾ എന്തോ പറയണം? ഇനി ഞാൻ കടം വാങ്ങത്തില്ല. അപ്പൊ ചിലർ ചോദിക്കും, പട്ടിണി കിടക്കട്ടെ, സാരിയും ചുരിദാറും മേടിക്കാൻ പറ്റത്തില്ല, വേണ്ട. മൊബൈൽ ഫോൺ മേടിക്കാൻ പറ്റത്തില്ല, വേണ്ട. കടം മേടിക്കരുത്. കാരണം കരകയറണം. പണത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് മനസ്സിലാക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമുക്കറിയാമല്ലോ, ചിലർ പറയുന്നത്, പാസ്റ്ററെ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമെന്ന്. പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുവോ? പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുവോ? എന്റെ ദൈവമേ, ഇവിടെ 4 ദിവസം പ്രസംഗിച്ച സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും എനിക്ക് നോബൽ സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുവോ? ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിലോട്ട് കയറുക. ഡ്രൈവർ ഇരിപ്പുണ്ട്. ഡ്രൈവർ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിച്ചോണം, ഇന്ന് വരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പോവുക. നിങ്ങൾ കയറുവോ? കയറുവോന്ന്? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതാണ്. അതേ സമയത്ത് ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ ചെയ്തേ ഒക്കൂ. എൻ്റെ സഭയ്ക്കകത്ത് ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ കൊച്ചുമോൻ്റെ പരീക്ഷയാ, പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ അവനോട് ചോദിച്ചു, നീ പഠിച്ചോടാ? ഉടനെ അമ്മച്ചി പറഞ്ഞു, പഠിച്ചില്ലേൽ എന്താ, പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കൊച്ചിൻ്റെ കൈ പിടിച്ച് പരീക്ഷ എഴുതും. അവൻ പറഞ്ഞു, ടെൻഷനുണ്ട്. ഉടനെ അമ്മ പറയുന്നു, നീ ടെൻഷൻ അടിക്കണ്ട, നിന്റെ വലതുവശത്ത് പരിശുദ്ധാത്മാവ് ഇരുന്ന് നിന്റെ ചെവി പറഞ്ഞു തരും ആൻസർ, നീ അത് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ പിടിച്ച് ജയിലിലിടുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് കള്ളനല്ല, അടുത്ത് വന്നിരുന്ന് പരീക്ഷയ്ക്ക് മാർക്ക് തരാനും കണക്ക് പറഞ്ഞു തരാനും, പഠിച്ചത് ഓർമ്മയെ തരും. അതാ പരിശുദ്ധാത്മാവിന്റെ ജോലി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. പഠിക്കണം, എങ്കിലേ പരീക്ഷയ്ക്ക് ജയിക്കൂ. ഇനി ജോലി ചെയ്യാതെ പൈസ കിട്ടുമോ? കേരളത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു 1 കോടി രൂപ അക്കൗണ്ടിൽ വന്നെന്ന്. പുള്ളിയുടെ അഡ്രസ് വേണമെങ്കിൽ തരാം. ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രാർത്ഥന. അല്ലാതെ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഇരിക്കാനുള്ള ലൈസൻസ് അല്ല പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഈ യോഗം കഴിഞ്ഞിട്ട് എന്നെ തിരുവനന്തപുരത്ത് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് എത്തുവോ? ആത്മാവിനെ എടുത്തോണ്ട് പോവോ? കർത്താവ് പറയടാ പൊന്നു മോനെ, വണ്ടി കിടപ്പുണ്ട്, കയറി പൊക്കോണം. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പ്രോസസ്സുണ്ട്. ഇതുപോലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ആ പ്രാർത്ഥനയിൽ നമുക്ക് ബലമുണ്ടാവും. പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് അറിവ് തരും. പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് വെളിച്ചം തരും. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇന്ന് പലർക്കും പ്രവർത്തിക്കാൻ ഇഷ്ടമില്ല. പ്രാർത്ഥിക്കും, എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർന്നാലേ അത്ഭുതം നടക്കൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങൾക്ക് പണം തന്നു. പണം തന്നു കഴിഞ്ഞപ്പോൾ ആ പണത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. എൻ്റെ വിഷയമല്ലാത്ര ഞാൻ ഭാഗം വിടുക. അന്നത്തെ രാജാക്കന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർക്കൊരു അളവിൽ സമ്പത്തായി കഴിയുമ്പോൾ അവർക്കറിയാം ഏത് സമയത്ത് വേണമെങ്കിലും ശത്രു രാജാക്കന്മാർ ഇങ്ങോട്ട് വരും. അവർ വന്ന് ഒരുപക്ഷെ എന്നെ കൊന്ന് എൻ്റെ രാജ്യത്തെ നശിപ്പിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമായി പോകും. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? അന്നത്തെ കാലത്തെ രാജാക്കന്മാർ വിലയേറിയ വസ്തുക്കൾ, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ തുടങ്ങിയതായ വസ്തുക്കളൊക്കെ അവർ രഹസ്യമായി
അവിടെ വിശ്വസ്തന്മാർ മുഖാന്തരം ആ രാജ്യത്തിന്റെ അകത്തോ രാജ്യത്തിന്റെ അതിരിന് വെളിയിലോ ഏതെങ്കിലും സ്ഥലത്ത് രഹസ്യമായി അതിനെ സൂക്ഷിക്കും. രാജാവിന്റെ സമ്പത്ത് തന്നെയാണ്, പക്ഷെ രഹസ്യമായി സൂക്ഷിക്കും. അത് വിശ്വസ്തന്മാരായ 1 or 2 പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ കുഞ്ഞ് പ്രാപ്തിയായി കഴിയുന്ന കാലത്ത് ആ കുഞ്ഞിനെ ഈ വിവരം അറിയിക്കുകയും ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് അത് എത്തിക്കുകയും ചെയ്യണം. അതാണ് അവരുടെ ജോലി. വളരെ തന്ത്രപ്രധാനമായ പല രീതികളും അതിനുണ്ട്. ഇന്നും ചരിത്രങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അങ്ങനെ ആർക്കും അറിയാത്തതും എന്നാൽ ചില രാജകുമാരന്മാർക്ക് അവകാശപ്പെട്ടതും ഒളിച്ചു വയ്ക്കപ്പെട്ടതുമായ നന്മയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഇരുട്ടിലെ നിക്ഷേപമെന്നും മറവിടങ്ങളിലെ ഗുപ്തനിധികളെന്നും പറയുന്ന സാധനം. ട്രഷേഴ്സ് ആണ്, നിക്ഷേപമാണ്. ദൈവം കോരശനോട് പറഞ്ഞതാ, നിനക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, അത് നിനക്ക് തന്നെ ഉള്ളതാ, അത് ഒരിടത്ത് ഇരിപ്പുണ്ട്, അത് നിന്റെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ പോവുക. ഇന്ന് ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പൻ കരുതി വച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്, അത് നിങ്ങളുടെ കയ്യിൽ തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കാനായിലെ കല്യാണത്തിന് മറിയ ചെന്ന് യേശുവിനോട് കാര്യം പറയുമ്പോൾ യേശു എന്താ പറഞ്ഞേ? എൻ്റെ സമയമായിട്ടില്ല. പക്ഷെ യേശു അവിടെ അത്ഭുതം ചെയ്തു. എന്താണെന്നറിയാമോ? ഒരു ആണ്ടിൽ മുന്തിരിക്കൊയ്ത്ത് നടക്കുമ്പോൾ ആ ആണ്ടിൽ നടക്കുന്ന മുന്തിരിക്കൊയ്ത്ത് നിന്ന് കിട്ടുന്ന വീഞ്ഞ് വീട്ടാവശ്യത്തിനെടുത്തിട്ട് ബാക്കി തോൽ കുടങ്ങൾക്കകത്ത് കെട്ടി സ്റ്റോർ റൂമിൽ സൂക്ഷിക്കും. എന്തിനാണെന്നറിയാമോ? പിള്ളേരുടെ കല്യാണത്തിന് വേണ്ടി. അങ്ങനാണെങ്കിൽ 10 or 20 വർഷം ഒരപ്പൻ തൻ്റെ പുരുഷായുസ് കൊണ്ട് കരുതി വെച്ച വീഞ്ഞാണ് അവിടെ തീർന്നുപോയത്. കർത്താവിന് മനസ്സിലായി, ഈ ലോകത്തിലെ അപ്പന് ഇനി ഈ കുഞ്ഞിന് വേണ്ടി ഒരു നന്മയും കരുതി വെക്കാൻ പറ്റില്ല. അപ്പോഴാണ് സ്വർഗത്തിലെ അപ്പൻ തൻ്റെ കുഞ്ഞിനു വേണ്ടി കരുതി വെച്ച വീഞ്ഞിൻ്റെ കലവറ തുറന്നത്. അത് രുചിച്ചു നോക്കിയവർ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, ഇത് ഇത്രയും സമയം എവിടെ വച്ചിരുന്നു? കാരണം ഇന്നു വരെ ഇത്രയും ശ്രേഷ്ഠമായത് ഞങ്ങൾ രുചിച്ചു നോക്കിയിട്ടില്ല. സ്നേഹിത, ഇത് ഇവിടത്തെ മുന്തിരിയിൽ വിളഞ്ഞ നന്മയല്ല, പിന്നെ ദൈവം തന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത ശ്രേഷ്ഠമായ അനുഗ്രഹമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ചില അവകാശങ്ങൾ ചില കരങ്ങളിൽ ലഭ്യമാകാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചില വഴികൾ ദൈവം തുറന്നു കൊടുക്കുന്നു. ഒരു ക്ലാസ്സിനകത്ത് 50 പിള്ളേരിരുന്ന് പഠിക്കുന്നു. പ്രാർത്ഥിക്കുന്ന പൈതങ്ങൾക്ക് വേണ്ടി ചില പുതിയ വഴികൾ ദൈവം തുറക്കുന്നു, പുതിയ പാതകൾ ദൈവം തുറക്കുന്നു, അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങൾ തുറന്നു കിട്ടുന്നു. അവർ പറയുന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്താ കാര്യം? അവന് വേണ്ടി ദൈവം കരുതി വെച്ച നന്മയുടെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു. ഇന്ന് രാത്രി നെഞ്ചത്ത് കരം വെച്ച് പറ, എനിക്ക് വേണ്ടി ദൈവം ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കാൻ വേണ്ടി പോകുകയാണ്. ചില ആൾക്കാർക്ക് നല്ല ജോലി അറിയാം, ചില ആൾക്കാർക്ക് നല്ല ട്രേഡുകൾ അറിയാം, ചില ആൾക്കാർക്ക് നല്ല ബിസിനസ്സുകളുണ്ട് കയ്യിൽ, പക്ഷെ ഉയരാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് നല്ല സർട്ടിഫിക്കറ്റുകളുണ്ട്, നല്ല ജോലി കിട്ടുന്നില്ല. ചിലർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പക്ഷെ നന്മ പ്രാപിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം മറച്ചു വെച്ചിരുന്ന ആ മറവിടത്തിലെ ഗുപ്തനിധിയെ ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ വേണ്ടി പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് നാം ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളുടെ മുമ്പിൽ മറയ്ക്കപ്പെട്ടിരുന്ന നിങ്ങളുടെ അവകാശമായ നന്മ ബൈബിളിനകത്ത് വായിക്കുന്നു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾ കൊണ്ടുപോകാൻ എൻ്റെ ദൈവം സമ്മതിക്കയില്ല. ഈ രാത്രിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് ചില നന്മകൾ എൻ്റെ ദൈവം കൈമാറുവാൻ വേണ്ടി പോകുകയാണ്. ചിലർ പറയാറുണ്ട്, ഒത്തിരി പഠിച്ചു ജോലി കിട്ടുന്നില്ല. ഒത്തിരി പേര് പറയാറുണ്ട്, പലപ്പോഴും വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു, ചെന്നു, പക്ഷെ ഉയരാൻ പറ്റുന്നില്ല. പലതും ചെയ്തു നോക്കി, ഉയരാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ അവകാശത്തിന് മേൽ ശത്രു വച്ചിരിക്കുന്ന ചെങ്കോലിനെ ഇന്ന് രാത്രി എൻ്റെ ദൈവം ഉടച്ചു കളയാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാമോ?
ചില മിനിറ്റുകൾ നാവുകൾ തുറന്ന് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരുമിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, വിദ്യാഭ്യാസം എനിക്കുണ്ട്, വചനത്തിന്റെ അറിവുണ്ട്, പലപ്പോഴും അഭിഷേകത്തിന്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. ഇന്ന് നിന്റെ അഭിഷേകത്തിന്റെ ഒരു പുതിയ ശക്തി എൻ്റെ മേൽ പകരണം. ഒരു പുതിയ അഭിഷേകം നീ എൻ്റെ മേൽ പകരണം. ഒരു പുതിയ ദൈവ സാന്നിധ്യം എൻ്റെ മേൽ പകരണമെന്ന് ഒരുമിച്ച് ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കണ്ണുകൾ അടച്ച് നാവുകൾ തുറന്ന് ശബ്ദമുയർത്തി ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഒരു പുതിയ അഭിഷേകം. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് ഒരു അഭിഷേകം നമുക്ക് കൂടിയേ തീരൂ. ഈ അഭിഷേകം ഉണ്ടെങ്കിലേ നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ പ്രാപിക്കാൻ കഴിയൂ. അഭിഷേകമുണ്ടോ നീ ഉയരും. അഭിഷേകമുണ്ടോ നീ വളരും. അഭിഷേകമുണ്ടോ നീ അനുഗ്രഹിക്കപ്പെടും. അഭിഷേകമുണ്ടോ നീ അറിയപ്പെടും. അഭിഷേകമുണ്ടോ നിന്റെ അവകാശത്തിന്റെ കയ്യിലേക്ക് വരും. അഭിഷേകമുണ്ടോ നിന്റെ നന്മ നിന്റെ ജീവിതത്തിൽ തിരികെ ലഭിക്കും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരങ്ങൾ അടിച്ച് ആത്മാവിൽ ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രി ആ അഭിഷേകത്തിന് വേണ്ടി, ഇന്ന് രാത്രി ആ അഭിഷേകത്തിന് വേണ്ടി നിന്റെ പ്രാണന് വിരോധമായി ശത്രു തൊടുത്തുവിടുന്ന തീയമ്പുകളെ തകർക്കുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. പറയാമോ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. ഇന്ന് രാത്രി അഭിഷേകത്തിൽ ചിലർ ജയിക്കുവാൻ വേണ്ടി പോകുകയാണ്. തോറ്റുപോയ ചിലർ ഇന്ന് രാത്രി ജയം പ്രാപിക്കുന്നു. പരാജയപ്പെട്ടുപോയ ചിലർ ഇന്ന് രാത്രി ജയം പ്രാപിക്കുന്നു. തോറ്റുപോയ ചിലർ ഇന്ന് രാത്രി ജയം പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പ്രവചിക്കുന്നു. നിന്റെ പരാജയത്തെ ജയമാക്കാൻ നിന്റെ മേലൊരു അഭിഷേകം ദൈവം പകരുന്നു. പ്രാർത്ഥിച്ച് 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 പൗലോസേ, അണലി നിന്നെ കടിച്ചാൽ നീ അത് കുടഞ്ഞു കളയും. നിനക്കൊരു ദോഷവും സംഭവിക്കയില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കയില്ല. കാരണം എന്ത്? നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനാണ്. നീ പേടിക്കല്ലേ. പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ഒരു അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടട്ടെ. അഭിഷേകങ്ങൾ പുതുക്കപ്പെടട്ടെ. അഭിഷേകങ്ങൾ പുതുക്കപ്പെടട്ടെ. അഭിഷേകങ്ങൾ പുതുക്കപ്പെടട്ടെ. പണ്ടു പ്രാപിച്ച അന്യഭാഷ കൊണ്ട് ഓടല്ലേ. പണ്ടു പ്രാപിച്ച വെളിപ്പാട് കൊണ്ട് ഓടല്ലേ. പണ്ടു പ്രാപിച്ച ദൈവകൃപ കൊണ്ട് ഓടല്ലേ. ഇന്ന് പകലിൽ ചിറകടിച്ചു പറന്നുയരുന്ന ഒരു പക്ഷിയെ പോലെ എന്റെ ദൈവ ജലത്തിനെ കരങ്ങളിൽ വഹിക്കട്ടെ. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമോ പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥിക്കാമോ? അഭിഷേകത്തിന്റെ ശക്തിക്കായി, അഭിഷേകത്തിനായി ദാഹിക്കുന്ന ഒരു പുതിയ തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. നാവുകൾ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ ഇന്ന് രാത്രി ബലപ്പെടുവാൻ ദൈവത്തിന്റെ കരത്തിലേക്ക് സമർപ്പിക്കാമോ? ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉയർത്തിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിനെ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിനെ. ഉണർവിൻ വരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ
സാക്ഷിക്കുവാൻ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാ നിന്നാശരിനെ ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാ നിന്നാശരിനെ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുശവിതേ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യനാ നിദാശരിനെ ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യനാ നിദാശരിനെ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുശവിതേ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ദേശമെല്ലാം ഉയർത്തിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ അയക്കേണമേ ഈ ശിഷ്യരാ നിദാശരിനെ ആശിഷമാരി അയക്കേണമേ ഈ നിത്യനാം നിദാശരിനെ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുശവിതേ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാ നിദാസരിനെ ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാ നിദാസരിനെ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുശവിതേ നാദാ നിന്റെ വൻ കൃപ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുശവിതേ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുശവിതേ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാ നിദാശരിനെ ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാ നിദാശരിനെ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുശവിതേ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ ഹല്ലേലൂയ 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 ഹല്ലേലൂയ